ഇത്തവണത്തെ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം നല്ല സൂപ്പറായിട്ടോ. രാവിലെ നേരത്തെ കുട്ടികൾ വരണേക്ക് മുന്നേ തന്നെ സ്കൂളിലെത്തി ക്ലാസ് പോയിട്ട് ഒരു ചെറിയ പുൽക്കൂടിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി. അവര് വന്ന് കണ്ടപ്പോൾ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അത് പുൽക്കൂടിന്റെ കാര്യം വല്ലാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു വെച്ചാലും. പിന്നെ വേഗം അടുക്കളയിലെത്തി ഞങ്ങള് ക്രിസ്മസ് ബിരിയാണിക്കുള്ള ഒരുക്കങ്ങളായി. ഇത്രയും അധികം ക്വാണ്ടിറ്റി ഞങ്ങൾ ആദ്യമായിട്ടാണ് തനിയെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടുള്ള എക്സൈറ്റ്മെന്റും ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടികൾക്ക് നമ്മുടെ ബിരിയാണി നല്ല ഇഷ്ടമായി. അവര് വയറ് നിറയെ കഴിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ബിരിയാണി ഉണ്ടാക്കാൻ പോയ ടീച്ചറെ കാണാഞ്ഞിട്ട് എന്റെ കുട്ടികളുടെ ക്ഷമ നശിച്ചിട്ട് അങ്ങോട്ട് എത്തിയിരുന്നു. എന്താ പൊന്നാ കേക്കൊന്നും മുറിക്കണില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വേഗം ക്ലാസ്സിലേക്ക് തിരിച്ചു വന്നു. കേക്കൊക്കെ എടുത്തു, അത് കട്ട് ചെയ്തു. എന്നിട്ട് ഓരോരുത്തരുടെയും വായിലൊക്കെ വെച്ചു കൊടുത്തു. ബാക്കിയുള്ളതൊക്കെ വീണ്ടും കട്ട് ചെയ്തിട്ട് പ്ലേറ്റിൽ വെച്ച് കഴിക്കാൻ കൊടുത്തു കേട്ടോ. ഇനി കട്ട് ചെയ്ത കാര്യം പറയണോ, ഒരാളുടെ വായിൽ വെച്ചു കൊടുത്താൽ മറ്റേ ആൾക്ക് പിണക്കായി. അപ്പൊ ഓരോരുത്തരുടെ വായിലും വെച്ചു കൊടുക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോവും. നല്ല രസമാണ് ഇവരുടെ തെറ്റലും മിണ്ടലും. ഇവരങ്ങോട്ട് തെറ്റും മിണ്ടും ചെയ്യണ പോലെ തന്നെ എന്നോടും ഇങ്ങനെയൊക്കെ കാണിക്കും. ഞാനും തിരിച്ചങ്ങോട്ട് കാണിക്കാൻ പിടിക്കുന്നതാണ് കേട്ടോ. അത് ചെറിയ കാര്യമൊന്നല്ല. ഇനി ഇങ്ങോട്ട് തരണതും അതേപോലെ തന്നെയാണ്. എല്ലാവർക്കും കയ്യിട്ട് വാരിയിട്ട് എല്ലാവർക്കും വായിൽ വെച്ച് തരണം. അതും ഒരു രസാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴേക്കും കുറച്ച് കുട്ടികളൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതത്രേ. ഗ്രീറ്റിംഗ് കാർഡ് ടീച്ചർക്കാണെന്നും പറഞ്ഞിട്ട് കൊടുന്നു തന്നു കേട്ടോ. ഞാൻ ഓരോന്നും മറിച്ചു നോക്കി. എന്തൊരു രസാന്നറിയോ. എനിക്കറിയാം കുറച്ചൊക്കെ രക്ഷിതാക്കളെ സഹായിച്ചിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ ഉണ്ടാക്കിയതാ ടീച്ചറെ പറഞ്ഞപ്പോൾ അത് കാണാനും വാങ്ങാനും ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമായി. നല്ല സന്തോഷമായി കേട്ടോ. പിന്നെ അവർക്ക് റീൽ എടുക്കണം എന്നായി. അങ്ങനെ ഞങ്ങളൊരു ചെറിയ റീല് ജസ്റ്റ് ഒന്ന് കളിച്ചു. അപ്പോഴേക്കും LKG-ക്കാര് കരോളായിട്ട് ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് എത്തി. പിന്നെ അവരുടെ കൂട്ടത്തിൽ ഓടിപ്പാഞ്ഞ് നിന്ന് ഒരു കളിയാണ്. ഡാൻസ് എന്നൊന്നും പറയാൻ പറ്റില്ല, ചാട് തന്നെ ഇങ്ങട് അവരുടെ കൂടെ. പക്ഷെ നമ്മൾ ചാടി തുടങ്ങിയപ്പോൾ അവർക്ക് നല്ല സന്തോഷമായിട്ടോ. അവർ കൂടെ ചാടാൻ തുടങ്ങി. ചെറിയ കുട്ടികളല്ലേ, നല്ല രസമായിരുന്നു അവരുടെ കൂടെ കളിക്കാൻ. ആ കളി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് നല്ല കൊട്ടും പാട്ടൊക്കെ കേട്ടു. അപ്പൊ എന്താണെന്നറിയോ, ഞങ്ങളുടെ അപ്പുറത്തെ ബ്ലോക്കിൽ നിന്ന് 3, 4, 5 ക്ലാസ്സിലെ കുട്ടികൾ ഇപ്പുറത്തെ മുറ്റത്തേക്ക് വരിക. അവര് വന്നപ്പോ പറയും വേണ്ട, അടിപൊളിയായി. മുറ്റമാകെ ചുവന്നും വെളുത്തും ഇരുന്നു. ഭയങ്കര രസമായിരുന്നു. കൊട്ടും പാട്ടും ക്രിസ്മസ് അപ്പൂപ്പനും കരോളും ഒക്കെ ആയിട്ട്. അപ്പോഴേക്കും പിന്നെ ഞങ്ങൾ അധ്യാപകരും എല്ലാവരും ഗ്രൗണ്ടിൽ ഇറങ്ങി. പിന്നെ അവരുടെ കൊട്ട് കേട്ട ആർക്കാ നിൽക്കാൻ പറ്റുക. ഞാനും ചാടി തുടങ്ങിട്ടോ. പിന്നെ കുട്ടികളുടെ കൂടെ അല്ലേ വാസം, അതുകൊണ്ട് ഇതിനൊന്നും യാതൊരു മടിയില്ല. അതൊക്കെ ഒരു രസമായിട്ടാണ് എടുക്കുക. അപ്പോൾ അങ്ങനെ തുള്ളി അവരുടെ കൂടെ തുള്ളി ഇത്തവണത്തെ ക്രിസ്മസ് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അവർക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ വിശക്കുന്നപ്പോഴേക്കും നമ്മൾ ബിരിയാണിയൊക്കെ വേഗം വിളമ്പി ഓരോരുത്തർക്കും കൊടുത്തു. അവര് വയറ് നിറച്ച് കഴിച്ചു. അവര് നന്നായിരുന്നു ടീച്ചറെ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ വയറ് നിറഞ്ഞ പോലെ നമ്മുടെ മനസ്സും നിറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങൾ തീർന്നിട്ടില്ല. ഇനിയും അടുത്തൊരു ഭാഗത്തിൽ കുറച്ചും കൂടി ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ തൽക്കാലം എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ്.